ഹലോ സ്റ്റുഡൻസ്, നവദർശൻ്റെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ നെയിം ഓഫ് ദ യൂണിറ്റ് ഇസ് ലോർ ഓഫ് വാല്യൂസ്. ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഡീഷൻ, മിത്തോളജി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫോക്ലോർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നാടോടി കഥകൾ അല്ലെങ്കിൽ വാമൊഴിയായിട്ട് പറഞ്ഞു വരുന്ന കുറേ വാല്യൂസിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കുറച്ച് മോറൽസിനെയും മൊറാലിറ്റിയെയും പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണിത്. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ യു ഹാവ് 3 chapters. The first one is the best investment I ever made. It is an anecdote by A.J. Cronin. Then you have a speech by Chimamanda Ngozi Adichie, The Danger of a Single Story. Then you have a poem, The Ballad of Father Gilligan by William Butler Yeats. So നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോവാം. So before that, on page number 76 you have a picture, like a cartoon to look into. So ആ cartoon ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. So in that cartoon you can see here there are 2 horses and അവർ രണ്ടുപേരെയും ഒരു കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. And they have seen this, their food is next to them. രണ്ടുപേരുടെയും ഭക്ഷണം തൊട്ടിപ്പുറത്തുണ്ട്, പുല്ലായിരിക്കണം. രണ്ടുപേരും ആദ്യം they are struggling to eat their food. പക്ഷെ രണ്ടുപേരെയും ഒരേ കയറിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവർക്കത് പറ്റുന്നില്ല. So both of them try to consume the food, but one from one side and the other from the other side, but they do not succeed because they are tied to each other. After some time they begin to think why their attempts are a failure. Then ഒരു ഐഡിയ അവരുടെ മനസ്സിലേക്ക് വരുന്നു. അതാണ് ആ 4ാമത്തെ പിക്ചറിൽ അവർ ഡിസ്കസ് ചെയ്യുന്നു. അവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ടു സ്റ്റേ ടുഗെദർ. അവർ ഡിസ്കസ് ചെയ്തു, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. അവരാദ്യം രണ്ടുപേരും കൂടി ഒരു സൈഡിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത സൈഡിലേക്ക് പോകുന്നു. സോ ദർ ഡിസ്കഷൻ എൻറ്റേർഡ് ദ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പോൾ ഒരു ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വരുവാണെങ്കിൽ, ഒരു ഇഷ്യൂവിൽ ഒരു ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വരുവാണെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ഡിസ്കഷൻ, ദെൻ ഒരു സൊല്യൂഷനിലേക്ക് ഒരുമിച്ച് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ, അല്ലേ? അപ്പോൾ അതാണ് ആ കാർട്ടൂണിൽ നമ്മൾ കാണുന്നത്. സോ യു ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ദർ. We can see, what were the horses trying to do at the beginning of the story? Did it work? So both of them tried to consume the food, but they did not succeed because they were tied to each other. Then what did the horses do when they found that their first attempt had failed? So after some time they began to discuss about what to do next to get their food. അല്ലേ? അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. Then did both horses get what they wanted? What did they do to solve their problem? Yes, they got what they wanted. Both of them stayed together on one side and then they got the food easily, alle? Then how do you usually solve problems when you have a difference of opinion with your friend? So whenever we have a difference of opinion with our friend or relative or any person for that matter, you have to discuss with them and you have to find a solution together. അതാണ് നമ്മൾ ഈ കാർട്ടൂണിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ we'll move on to the story, The Best Investment I Ever Made. ഓക്കെ, നമുക്ക് ആ പേജ് നമ്പർ 77 ഏറ്റവും ആദ്യത്തെ കുറച്ച് ലൈൻസ് ഉണ്ട്, അത് വായിക്കാം. In the story of the horses, you have seen that the choices and decisions that you make will have an impact on your life and others. Read the story The Best Investment I Ever Made by A.J. Cronin and find out how the author's act of kindness transformed a man's life. ഓക്കെ, അപ്പം എന്താണ് ഈ കഥ എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇതൊരു നടന്ന സംഭവമാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് അനക്ഡോട്ട്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു നടന്ന കഥയെ അല്ലെങ്കിൽ നടന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരാളെ പറ്റി, ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി
നമ്മൾ ഒരു രസകരമായ രീതിയിലൊരു കഥയോ ഒരു ആർട്ടിക്കിളോ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അനക്ഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കഥ വായിച്ചു തുടങ്ങാം. On the second day out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest to avoid the tedium of casual and importunate shipboard contacts. I gave no sign of having noticed the man. അപ്പം നോക്കിയേ, ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക്. സോ അവരൊരു ട്രാവലിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ AJ ക്രോണിനാണ് നമ്മളുടെ ഈ ട്രാവൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കഥയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ AJ ക്രോണിനെ പറ്റിയുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കാം. അതാണ് നമ്മൾ ആദ്യം വായിക്കേണ്ടിയിരുന്നത്. ഓക്കെ, സോ ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ. അതിൻ്റെ ഇപ്പുറത്ത് നോക്കി MD DPH MRCP. അപ്പോൾ ഒരുപാട് ഡോക്ടറൽ ഡിഗ്രീസൊക്കെയുള്ള ഒരു ഡോക്ടറായിരുന്നു ഇദ്ദേഹം. ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരുന്നു, ആൻഡ് ആസ് വെൽ ആസ് ഹി വാസ് എ ഫിസിഷ്യൻ ടു. Then his career as a novelist started in 1930 when he was designated with a chronic ulcer and was compelled to take 6 months complete rest. അപ്പോൾ 1930 അദ്ദേഹത്തിനൊരു അസുഖം പിടിപെട്ടപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് 6 മാസം കംപ്ലീറ്റ് റെസ്റ്റായിട്ട്, മേ ബി ബെഡ് റെസ്റ്റ് ആയിരിക്കും, കിട്ടിയപ്പോഴാണ് ഇദ്ദേഹം എഴുത്ത് സ്റ്റാർട്ട് ചെയ്തത്. During this time, he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescriptions and scientific papers. അപ്പോൾ അതുവരെ പ്രിസ്ക്രിപ്ഷൻസും ഈ ശാസ്ത്രീയ ലേഖനങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹം ഈ റെസ്റ്റ് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ലോങ് അംബീഷനായിരുന്നു ടു റൈറ്റ് എ നോവൽ. അപ്പോൾ അത് പെർസ്യൂ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഹിസ് ഫസ്റ്റ് നോവൽ വാസ് ഹാറ്റേഴ്സ് കാസിൽ ആൻഡ് ദ മോസ്റ്റ് പോപ്പുലർ ബീയിങ് ദ സിറ്റാഡൽ. Many of his stories have been adapted to Hollywood movies. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റോറീസ് ഹോളിവുഡ് മൂവീസായിട്ട്, ഇംഗ്ലീഷ് മൂവീസായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഫേമസ് ആൻഡ് ദ മോസ്റ്റ് പോപ്പുലർ വൺ വുഡ് ബി ദ സിറ്റാഡൽ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ നമ്മൾ വായിച്ചത് ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫാണ്. അപ്പോൾ ഇവർ ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്, ഒരു യാത്രയിലാണ് അവർ. അപ്പോൾ പ്രൊമനേഡ് ഡെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് പേവ്മെൻറ്റ് എന്നൊക്കെയാണ് അർത്ഥം, ഒരു വാക്ക് വേ പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, രണ്ട് പേര് അദ്ദേഹത്തെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ AJ ക്രോണിനെ അല്ലെങ്കിൽ നമ്മുടെ നറേറ്ററിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുണ്ടെന്ന് ഈ നറേറ്റർക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ടയേർഡായിരുന്നു. ആൻഡ് ഈ ആവശ്യമില്ലാത്ത സംസാരമൊക്കെ സംസാരിച്ച് ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർസിസ്റ്റൻ്റ്ലി അനോയിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോൾ കാണുമ്പോഴും ഓടി ഒന്ന് വർത്താനം പറയുന്ന ചിലർ അതൊന്നും ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസാരം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം അവരെ ശ്രദ്ധിച്ചില്ല. ഒരു ക്വസ്റ്റ്യൻ ഇപ്പുറത്തുണ്ട്, നോക്കി. ഹാവ് യു കം അക്രോസ് എനി പേഴ്സൺ വിത്ത് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. ദാറ്റ് യു ക്യാൻ ഡു ആൻഡ് യു ക്യാൻ സെൻഡ് ഇറ്റ് ടു മീ ഇൻ വാട്സാപ്പ്. ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. So second paragraph, yet there was nothing importunate about him. So now he is going to describe the person. On the contrary, he seemed affected by a troubled, rather touching diffidence. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആളെപ്പറ്റി പറയാൻ പോവാണ്. അപ്പോൾ ഇമ്പോർച്ചുനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി സംസാരിക്കാൻ വരുന്ന ഒരാളെപ്പോലെയൊന്നും ആ നോക്കുന്ന ആളെ കണ്ടിട്ട് തോന്നിയില്ല അദ്ദേഹത്തിന്. എന്തോ ഒരു ബുദ്ധിമുട്ടോ ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉള്ള പോലെ എനിക്ക് അദ്ദേഹത്തിന് തോന്നി. ഒരു ഏകദേശം he was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and rimless spectacles gave evidence of a serious and reserved disposition. At this point, the bugle sounded for dinner, and I went below. അപ്പോൾ ഇദ്ദേഹം ഈ തന്നെ ശ്രദ്ധിക്കുന്ന അയാളെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത്ര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നിയില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസക്കുറവുള്ള പോലെയൊക്കെ ഈ നറേറ്റർക്ക് തോന്നി. ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡിഫിഡൻസ്?
ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഷൈ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ടായിട്ട് കാണപ്പെടുന്നതിനാണ് നമ്മൾ ഡിഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഡിഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അപ്പോൾ ഒരു ഏർലി 40s എന്ന് പറഞ്ഞാൽ നമ്മൾ 40 മുതൽ 45 വയസ്സ് വരെ ഉള്ള ആ പ്രായത്തിനെയാണ് നമ്മൾ ഏർലി 40s എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി 40s പെടുന്ന 40 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഒരാളാണ്. റാദർ ഷോർട്ട് ഇൻ ബിൽഡ് എന്ന് പറഞ്ഞാലോ അധികം പൊക്കമില്ലാത്ത ഒരാളാണ്. വിത്ത് ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്. ഈ നമ്മുടെ വിദേശികളുടെ ഒരു പ്രധാന ഫീച്ചറാണല്ലേ അവരുടെ കണ്ണിൻ്റെ നിറം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇയാൾക്ക് നല്ല നീല നിറമുള്ള ഒരു കണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. ഫെയർ കോംപ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല വെളുത്ത് നീല കണ്ണുകളുള്ള ഒരു പൊക്കം കുറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം. ഹിസ് തിൻ ഹെയർ ഹാഡ് ബിഗൻ ടു റിസീഡ് എന്ന് പറഞ്ഞാൽ ടു ഗോ ബാക്ക് ഫ്രം ദ പ്രീവിയസ് പൊസിഷൻ. എങ്ങനെയുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് പുറകിലേക്ക് ഇറങ്ങി, അതായത് കഷണ്ടി കയറി തുടങ്ങിയ ഒരു നെറ്റിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹിസ് ഡാർക്ക് സ്യൂട്ട് സോബർ ടൈ എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി കുറഞ്ഞ ഒരു സാധാരണ ടൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലെയിൻ കളേർഡ് ടൈ അല്ലെങ്കിൽ ഇത്തിരി ഡള്ളായിട്ടുള്ളൊരു ടൈ. ആൻഡ് റിംലെസ് സ്പെക്ടക്കിളിന് റിം ഉണ്ടായിരുന്നില്ല, ഫ്രെയിം ഇല്ലാത്ത കണ്ണടയായിരുന്നു. ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ ടെമ്പറമെൻറ്റെന്നോ അല്ലെങ്കിൽ നേച്ചറിനൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ് ഡിസ്പൊസിഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്കിനെ പറ്റിയാണ് നമ്മുടെ എ.ജെ. ക്രോണിൻ പറയുന്നത്. 40 വയസ്സിന് മേൽ പ്രായമുള്ള പൊക്കം കുറഞ്ഞ നല്ല നിറമുള്ള നീല കണ്ണുകളുള്ള ഒരു മനുഷ്യനായിരുന്നു. കഷണ്ടി കയറി തുടങ്ങിയിരുന്നു. വളരെ ഡാർക്ക് നിറത്തിലുള്ള ഒരു സ്യൂട്ടാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. സോബർ ടൈ എന്ന് പറഞ്ഞാലായിട്ട് ഒരു ഡൾ കളറിലുള്ള അല്ലെങ്കിൽ അധികം കളർലെസ് ആയിട്ടുള്ള ഒരു കളറില്ലാത്തൊരു ടൈയും പിന്നെ റിംലെസ് സ്പെക്ടക്കിൾസുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു സീരിയസ് ലുക്കായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അറ്റ് ദിസ് പോയിൻറ്റ് ദ ബ്യൂഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഡിന്നറിനുള്ള ശബ്ദം മുഴങ്ങി. അപ്പോൾ അദ്ദേഹം താഴത്തേക്ക് പോയി. അപ്പോൾ ഡെക്കിന് താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ഷിപ്പിലാണ് ഇവർ സഞ്ചരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Then we'll move on to the third paragraph. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chair. Now a lady was with him, obviously his wife. The situation by this time had begun to intrigue me. I discovered from my steward that they were Mr. and Mrs. John S. from a small suburb of London. When another day passed without event, I began to feel certain that Mr. S. would remain too shy to carry out his obvious desire to approach me. However, on our final evening at sea, Mrs. S. decided the matter. With a firm pressure on his hand and a whispered word in his ear, she urged her husband towards me as I passed along the deck. അപ്പോൾ തേർഡ് പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത് എന്താണ്? പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് വീണ്ടും ഇദ്ദേഹം ഈ നോക്കുന്ന ആളെ കണ്ടുമുട്ടാനിടയായി. അപ്പോൾ നോക്കിയപ്പോൾ ഫെലോ വോയേജർ എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രാവലർ, എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ ഇങ്ങനെ ഏണസ്റ്റ്ലി വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് വന്ന് സംസാരിക്കാനുള്ള ആഗ്രഹത്തോടെ എന്നെ നോക്കുന്നത് അദ്ദേഹം വീണ്ടും ശ്രദ്ധിച്ചു. അപ്പോൾ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു, ഭാര്യയാണെന്ന് തോന്നിച്ച ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൻ ടു ഇൻട്രീഗ് മീ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്നോട് എന്തോ പറയാനുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആകാംക്ഷ വരാൻ തുടങ്ങി. ഇൻട്രീഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സൈറ്റഡ് ഒരു ആങ്ഷ്യസ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഐ ഡിസ്കവേർഡ് ഫ്രം മൈ സ്റ്റീവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പർ എന്നോ അല്ലെങ്കിൽ ഒരു ട്രാവലിൽ നമ്മളെ എസ്കോർട്ട് ചെയ്യുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെർവൻ്റ് എന്നോ ഒക്കെ പറയാവുന്ന ഒരു വേർഡാണ് സ്റ്റീവാർഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റീവാർഡിൽ നിന്ന് അങ്ങോർക്ക് അറിയാൻ കഴിഞ്ഞു അവരുടെ പേര് ജോൺ എസ് എന്നാണ്. അദ്ദേഹം മിസ്റ്റർ ആൻഡ് മിസ്സസ്, അതായത് ഭാര്യയും ഭർത്താവും, ജോൺ എസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ വന്നിരിക്കുന്നത് ഒരു
ലണ്ടനിലെ ഒരു പ്രാന്തപ്രദേശത്ത് നിന്നാണ് അദ്ദേഹം അവർ യാത്ര ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. വെൻ അനദർ ഡേ പാസ്റ്റ് വിത്തൗട്ട് ഇവൻറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒബ്വിയസ്ലി ഈ AJ ക്രോണോട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നും. അപ്പോൾ മനസ്സിലായി എന്തോ ഒരു എന്താ ഇൻഹിബിഷൻസൊക്കെ ഉള്ള ഒരാളാണ്. എന്തായാലും എന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷേ വളരെ ഇൻട്രോവേർട്ടായിരിക്കാം, മേ ബി ഷൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സംസാരിക്കാനായിട്ടുള്ള ധൈര്യമില്ലാത്തതുപോലെ ഒക്കെ തോന്നി ഇദ്ദേഹത്തിന്. ഹവവർ ഓൺ അവർ ഫൈനൽ ഈവനിങ് അറ്റ് സീ. അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവരെത്താൻ പോവുകയാണ്. അപ്പോൾ ആ ഫൈനൽ ഈവനിങ്, അന്ന് വൈകുന്നേരം, വൈഫാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നോക്കുന്നയാളുടെ വൈഫ്, അതായത് ജോണിൻ്റെ മിസ്സസ് ജോൺ വന്ന് കാര്യങ്ങൾ കയ്യിലേക്ക് എടുത്തു. എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇദ്ദേഹത്തെ ഉന്തി ഇദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട്, AJ ക്രോണോട് സംസാരിക്കാനായിട്ട് വിട്ടു. വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ്. കയ്യിലിങ്ങനെ അമർത്തി പിടിച്ച് എന്തോ ചെവിയിൽ മന്ത്രിച്ച് അദ്ദേഹത്തെ ഈ AJ ക്രോണിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. "Excuse me, doctor. I wonder if I might introduce myself." He spoke almost breathlessly, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. Then, as it plainly did not, he went on with the same awkwardness. "If you could spare a few minutes, my wife and I would like to have a word with you." "Excuse me, doctor. I wonder if I might introduce myself." അത് വളരെ പൊളൈറ്റായിട്ടുള്ളൊരു യൂസേജാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന ഒരു വളരെ മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റം, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ജോണിന് അത്ര ശ്വാസം കിട്ടുന്ന പോലെയൊന്നും തോന്നിയില്ല. കാരണം എന്താണ്, ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു വെപ്രാളമോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെത്ത്ലെസ്ലി ആണ് സംസാരിച്ചത്. ആൻഡ് കയ്യിലുണ്ടായിരുന്ന വിസിറ്റിംഗ് കാർഡ് AJ ക്രോണിന് നേരെ നീട്ടുകയും ചെയ്തു. അപ്പോൾ ആ പേര് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്, എനിക്ക് ആ പേര് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല എന്നാണ് AJ ക്രോണിൻ പറയുന്നത്. അപ്പോൾ ഒരു ഭാവവ്യത്യാസവും കാണാത്തത് കൊണ്ട് ആ ജോണിനൊരു വെപ്രാളം, ഒരു ഓക്വേർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലായ്മ തോന്നി അദ്ദേഹത്തിന്. അപ്പോൾ "If you could spare a few minutes, my wife and I would like to have a word with you." ഞങ്ങളോട് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് വളരെ മാന്യമായിട്ട് ഈ 4th പാരഗ്രാഫിൽ ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. Then 5th paragraph, "A moment later, I was occupying the vacant chair beside them." അപ്പോൾ AJ ക്രോണിൻ സമ്മതിച്ചു, നമുക്ക് സംസാരിക്കാം, എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അടുത്തുള്ളൊരു ആരില്ലാത്തൊരു ചെയറിൽ ഇരിക്കുകയാണ്. Haltingly, he told me that this had been their first visit to America. Haltingly എന്ന് പറഞ്ഞാൽ hesitantly, അല്ലെങ്കിൽ ഒരു അത്ര കോൺഫിഡൻ്റ് അല്ലാതെ, അല്ലെങ്കിൽ ഫോൾട്ടറിങ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിക്കിയൊക്കെ പറയുന്നതിനെയാണ്, നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കുന്നതിനെയാണ് haltingly എന്ന് പറയുന്നത്. അപ്പോൾ haltingly he told me that this had been their first visit to America. അവർ ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. It was not entirely a holiday trip. അവരൊരു ഹോളിഡേ ട്രിപ്പിനോ അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാനൊന്നും പോകുന്നതല്ലായിരുന്നു. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? They had been making a tour of the New England states, inspecting many of the summer recreational camps for the young people there. അപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച് അതിൻ്റെയൊക്കെ പ്രവർത്തനം ഒന്ന് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവരങ്ങോട്ട് പോകുന്നത്. Afterwards, they had visited settlement houses in New York and other cities to study the methods employed in dealing with cases of backward, maladjusted and delinquent youth. അപ്പോൾ എന്ത് പറ്റി, ഇവരെന്തിനാണ് പോകുന്നത്? ഈ റിക്രിയേഷണൽ ക്യാമ്പ്സ് സന്ദർശിക്കണം എന്നുണ്ട് ന്യൂ ഇംഗ്ലണ്ടിലെ. പിന്നെ എന്താണ് അവരുടെ ഉദ്ദേശം? അവിടെയുള്ള ന്യൂയോർക്കിലും പരിസരത്തുമുള്ള ഈ മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഡെലിങ്ക്വൻ്റ് എന്ന് പറഞ്ഞാലോ
ക്രിമിനൽ ടെൻഡൻസികളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള യൂത്ത്, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെയും ആളുകളെയും ഒക്കെ ഒന്ന് കണ്ട് അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അവരോട് എങ്ങനെയാണ് സമൂഹം പെരുമാറുന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും, ഈ ഭാര്യയും ഭർത്താവും, അമേരിക്കയിലേക്ക് വരുന്നത് എന്നാണ് എ.ജെ. ക്രോണിന് മനസ്സിലാക്കാൻ സാധിച്ചത്. 6th paragraph. There was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആദ്യം ഇദ്ദേഹത്തിൻ്റെ നോട്ടം, ഈ ജോൺ എസിൻ്റെ നോട്ടമൊന്നും നമ്മുടെ എ.ജെ. ക്രോണിന് പിടിച്ചില്ലായിരുന്നു അല്ലേ. ഇത് ഇനിയിപ്പം പെർസിസ്റ്റൻ്റ്ലി അനോയിങ് ആയിട്ടുള്ള ഒരു കേസ് ആകുമോ, ഒരു കോൺടാക്റ്റ് ആകുമോ എന്നോർത്ത് എ.ജെ. ക്രോണിന് ആദ്യം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ദർ വാസ് സംതിങ് അബൌട്ട് ഹിം ദാറ്റ് മെയ്ഡ് ഹിം ഡിസാംഡ്, അല്ലെങ്കിൽ ഡിസാമിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ദേഷ്യം തോന്നിയ ഒരാളോട് പിന്നീട് ഗ്രാജ്വലി ഒരു ഇഷ്ടം തോന്നുന്നതിനെയാണ് നമ്മൾ ഡിസാമിങ് എന്ന് പറയുന്നത്. അപ്പോൾ സംതിങ് about his character made that kind of impression on him. അപ്പോൾ എ.ജെ. ക്രോണിന് മനസ്സിലായി ഇതൊരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്, അദ്ദേഹത്തിന് ഒരു ജെനുവിൻ എന്തൂസിയാസം ഉണ്ട് എന്തിനെ ഈ ചെറുപ്പക്കാരെ സഹായിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് എന്തുകൊണ്ടോ എ.ജെ. ക്രോണിന് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താമസിയാതെ അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി ഇദ്ദേഹം. ക്വസ്റ്റനിങ് ഹിം ഫർദർ, കൂടുതൽ ഇവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് 15 വർഷമായിട്ട് ഈ യൂത്ത് വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ഭാര്യയും ഭർത്താവും എന്ന് എ.ജെ. ക്രോണിന് മനസ്സിലായി. He was by profession a solicitor, but in addition to his practice at the courts, found time to act as director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of the law. അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ഈ ജോണിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? അദ്ദേഹം ഒരു സോളിസിറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലോയർ എന്ന് പറയാം, അല്ലെങ്കിൽ ലീഗൽ കേസസ് സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്ന് പറയാം. അപ്പോൾ സോളിസിറ്റർ ആയിരുന്നു ഇദ്ദേഹം. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം ലീഗൽ പ്രാക്ടീസിൻ്റെ കൂടെ എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ലീഗലി എന്തെങ്കിലുമൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ കെയർ ചെയ്യുന്ന, അത് അങ്ങനെയുള്ള കുട്ടികൾ എവിടെ നിന്നുള്ളവരാണ്? മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ചേരികളിൽ നിന്നൊക്കെയുള്ള ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നിയമത്തിൻ്റെ കീഴിലായി പോയ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ടും കൂടെ ഈ ജോൺ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നമ്മുടെ എ.ജെ. ക്രോണിന് മനസ്സിലായി. 7th one, as he spoke with real feeling, I got a vivid picture of the work these two people were doing. അപ്പോൾ എ.ജെ. ക്രോണിന് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിന്. അപ്പോൾ നല്ലോണം അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇവരെത്രമാത്രം നല്ലൊരു ജോലിയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം വലിയൊരു എഫേർട്ടാണ് അവർ ഈ യൂത്തിന് വേണ്ടി എടുക്കുന്നതെന്നൊക്കെ നമ്മുടെ എ.ജെ. ക്രോണിന് മനസ്സിലായി. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment. അപ്പോൾ ഡെറലിക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ബാഡ് കണ്ടീഷനിലായിപ്പോയ, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ പെട്ടുപോയ കൗമാരക്കാരെയൊക്കെ ഇവരെത്ര കാര്യമായിട്ടാണ് അവർ കെയർ ചെയ്ത് ജുവനൈൽ കോർട്ടിൽ നിന്നൊക്കെ രക്ഷിച്ച് അവരെ ഒരു നല്ല സാഹചര്യത്തിൽ കൊണ്ടുപോയി ജീവിക്കാനായിട്ട് അനുവദിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഹീൽഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവരെ മാറ്റി, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അവരെ എത്ര നല്ല രീതിയിലാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് എ.ജെ. ക്രോണിന് മനസ്സിലായി. സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിയമത്തിൻ്റെ കീഴിൽ വന്ന, അല്ലെങ്കിൽ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ തെറ്റുകൾ ചെയ്തു പോയ കൗമാരക്കാരെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് എ.ജെ. ക്രോണിന് മനസ്സിലായി. They were given training in a useful handicraft which made them fit to take their place as a worthy members of the community. അപ്പോൾ അവരെ വെറുതെ അങ്ങ് ഹീൽ ചെയ്ത് വിടുകയല്ല ചെയ്തത്, പകരം അവർക്കൊരു ഹാൻഡിക്രാഫ്റ്റ്, അവർ
കൈത്തൊഴിലൊക്കെ പഠിപ്പിച്ച് അവരെ എന്തെങ്കിലും രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആക്കിയാണ് ഈ രണ്ട് പേരും ചേർന്ന് വിട്ടുകൊണ്ടിരുന്നത്. It was a work of redemption that stirred the heart, and I asked what had directed his life into this channel. അപ്പോൾ എന്തായിരുന്നു ഇദ്ദേഹം ശരിക്കും ഒരു റിഡംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, തെറ്റിൽ നിന്നൊക്കെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ടു സേവ് സം വൺ ഫ്രം ദി ഈവിൾ, അങ്ങനെയാണ് ആ ഒരു വേർഡിൻ്റെ അർത്ഥം, റിഡംഷൻ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ രക്ഷിച്ച് നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ജോലിയിലേക്ക് അവരെങ്ങനെയാണ് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു താല്പര്യം തോന്നാൻ കാരണം എന്താണെന്ന് എ ജെ ക്രോണിൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ? ദ ക്വസ്റ്റ്യൻ ഹാഡ് എ സ്ട്രേഞ്ച് എഫക്റ്റ് അപ്പോൺ ഹിം. ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത് ആൻഡ് എക്സ്ക്ലെയിംഡ്, "You still do not remember me?" I shook my head. To the best of my belief, I had never in my life seen him before. അപ്പോൾ എന്ത് ചോദിച്ചു? 8ാമത്തെ പാരഗ്രാഫിൽ എന്താണ് നമ്മൾ കാണുന്നത്? അപ്പോൾ ശരിക്കും എന്നെ ഓർക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം ഇദ്ദേഹം തലയാട്ടി, ഇങ്ങനെ അറിയില്ല, ഓർക്കുന്നില്ല എന്നുള്ള രീതിയിൽ തലയാട്ടി. അപ്പം ഇദ്ദേഹം എ ജെ ക്രോണിൻ വിചാരിച്ചത്, ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുവാണല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നൊരു രീതിയിലാണ് എ ജെ ക്രോണിൻ ചിന്തിച്ചത്. "I've wanted to get in touch with you for many years," he went on under increasing stress. "But I was never able to bring myself to do so." Then bending near, he spoke a few words tensely in my ear. At that, slowly the veils parted. My thoughts sped back a quarter of a century, and with a start I remembered the sole occasion when I had seen this man before. അപ്പോൾ എന്താണ്, ഇവർക്ക് തമ്മിലൊരു പാസ്റ്റ് ഉണ്ട്, പക്ഷേ എ ജെ ക്രോണിൻ പ്രായമായതുകൊണ്ടായിരിക്കും അത് മറന്നു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ജോൺ വന്ന് ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഓർമ്മ തെളിഞ്ഞത്, അല്ലെങ്കിൽ ഓർമ്മയുടെ ജാലകങ്ങൾ തുറന്നുവെന്നോ അല്ലെങ്കിൽ കർട്ടനുകൾ മാറിയെന്നോ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 25 വർഷം പുറകിലേക്ക് സഞ്ചരിച്ചു ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ. എപ്പോഴാണ് ഈ ജോണിനെ കൃത്യമായിട്ട് കണ്ടതെന്ന് ഓർത്തത്. I was a young doctor at the time and had just set up a practice in a working class district of London. അപ്പോൾ ലണ്ടനിൽ ഇദ്ദേഹം പ്രാക്ടീസ് കഴിഞ്ഞ ഒരു യങ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഒരു മേ ബി ഹൗസ് സർജൻസി കഴിഞ്ഞ് അങ്ങനെ ആ ഒരു സമയത്താണ് ഈ ഇദ്ദേഹത്തിനെ പരിചയപ്പെടാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഒരു വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് റിച്ച് അല്ലാത്ത മിഡിൽ ക്ലാസ് ഫാമിലീസൊക്കെയുള്ള ഒരു ലണ്ടൻ നഗരത്തിൻ്റെ ഒരു ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയത്. ഓൺ എ ഫോഗി നവംബർ നൈറ്റ് towards 1 o'clock, I was awakened by a loud banging on the door. അപ്പോൾ ഒരു നവംബർ മാസം മഞ്ഞ് മൂടിയ ഒരു രാത്രിയിൽ 1 മണി ഒക്കെ ആയപ്പോൾ, രാത്രി 1 മണിയൊക്കെ ആയ സമയത്താണ് ഒരു ഡോറിലൊരു ഭയങ്കരമായിട്ട് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തട്ടും മുട്ടും ഒക്കെ കേട്ടത്. Hurriedly I threw on some clothes and went ഡൗൺ സ്റ്റെയർസ്. അപ്പോൾ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു കിടന്ന്. അപ്പോൾ മേ ബി സ്ലീപ്പ് വെയറിലായിരിക്കും അദ്ദേഹം വേഗം നല്ല ഒരു കോട്ടും ഇതൊക്കെ എടുത്തിട്ട് വേഗം താഴത്തേക്ക് ചെന്നു. ഇറ്റ് വാസ് എ സർജൻറ്റ് ഓഫ് പോലീസ് ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് കേപ്പ്, മിസ്ലി ഔട്ട്ലൈൻഡ് ഓൺ ദ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ എന്താണ്, വാതിൽ തുറന്നപ്പോൾ ആരെയാണ് കണ്ടത്? ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഹെൽമെറ്റും ഒരു കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർകോട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ മുഖമൊന്നും ക്ലിയർ ആയില്ല. ഒരു എന്താ പറയുക, മഞ്ഞ് പാളികളുടെ ഇടയിൽ നിന്ന് നീങ്ങി വന്നൊരു രൂപം പോലെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ഫോഗിൻ്റെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചുള്ളൂ. എ സൂയിസൈഡ് കേസ്, ഹി ടോൾഡ് മീ അബ്രപ്റ്റ്ലി, ഇൻ ദ ലോഡ്ജിങ്സ് അറൗണ്ട് ദ കോർണർ. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. അപ്പോൾ എന്താണ് സർജൻറ്റ് ഓഫ് പോലീസ് ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിനോട്? ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഒന്ന് വന്നാൽ കൊള്ളാമായിരുന്നു എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു പിക്ചറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം വേഗം തന്നെ, ഒന്നാമത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ഡോക്ടറാകുമ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എടുക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേഗം തന്നെ ഇവർ പോകാനായിട്ട് ഇറങ്ങി. വി വാക്ക്ഡ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് in silence, even our footsteps muffled by the fog, and turned into the narrow entrance of an old building. As we mounted the creaking staircase, my nostrils were stung by the sick sweet odor of illuminating gas. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഗ്യാസ് തുറന്നു വിട്ട്
ശ്വാസം മുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഇവർ കുറച്ച് ദൂരം അങ്ങ് നടന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, AJ ക്രോണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. പക്ഷേ അത്രയ്ക്ക് മഞ്ഞ് മൂടിയിരുന്നതിനാൽ നമ്മൾ നടക്കുന്നതിൻ്റെ ഒരു കാലൊച്ച പോലും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയും മഞ്ഞായിരുന്നു അവിടെ. ആൻഡ് turned into the narrow entrance of an old building. ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു ചെറിയ എൻട്രൻസിലൂടെ ഇവർ കടന്നു പോയി. അവർ സ്റ്റെയർ കേസ് വഴി, ക്രീക്കിംഗ് സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വുഡൻ സ്റ്റെയർ കേസൊക്കെ ആണെങ്കിൽ ഒരു ക്രീക്കിംഗ്, നമ്മൾ കയറുമ്പോൾ ക്രിക്ക് എന്നൊരു ശബ്ദം കേൾക്കില്ലേ, അതിനാണ് ആ ക്രീക്കിംഗ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വുഡൻ സ്റ്റെയർ കേസ് അവർ കയറി മുകളിലേക്ക് ചെന്നു. അപ്പോഴാണ് ആ ഒരു ഇല്യൂമിനേറ്റിംഗ് ഗ്യാസ് തുറന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ദുർഗന്ധം എന്നോ അല്ലെങ്കിൽ ഒരു 6 feet ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത എന്താ പറയുക, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. On the upper story, the agitated landlady showed us to a bare little attic where stretched on a narrow bed lay the body of a young man. അപ്പോൾ എന്താണ്, അപ്പോൾ അപ്പർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നിലയിൽ നമ്മുടെ ഈ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുടെ ഹൗസ് ഓണർ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് വളരെ ആങ്ഷ്യസ് ആൻഡ് അജിറ്റേറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ നടന്നാൽ നമുക്ക് ആർക്കും സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷി വാസ് ആങ്ഷ്യസ് ആൻഡ് ഷീ ലെഡ് ദം ടു ദി ആറ്റിക്. ആറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂമിൻ്റെ മേലെയും റൂഫിൻ്റെ താഴെയുമായിട്ടുള്ള ഒരു മച്ചും പുറം എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലമാണ് ആറ്റിക്. അപ്പോൾ ആറ്റിക്കിൽ അവിടെ ബെഡിൽ ആരുണ്ടായിരുന്നു, നമ്മുടെ ജോൺ കിടപ്പുണ്ടായിരുന്നു. ഹി വാസ് എ വെരി യങ് മാൻ ദെൻ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുന്നത്, ആത്മഹത്യ ചെയ്ത പോലെ കിടക്കുന്നത് ഇദ്ദേഹം കണ്ടു. Although apparently lifeless, there remained the barest chance that the youth was not quite beyond recall. അപ്പോൾ എന്താണ് മനസ്സിലായത്, ഈ ഡോക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, മരിച്ച പോലെ കിടക്കുവാണെങ്കിലും എവിടെയൊക്കെയോ ഒരു ജീവൻ്റെ തുടിപ്പുകൾ, നേരിയ തുടിപ്പുകൾ അദ്ദേഹത്തിലുണ്ടെന്ന് മനസ്സിലായി. സോ തിരിച്ചു വിളിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് മരിച്ചു പോയിട്ടില്ല എന്നാണ് ഡോക്ടർ മനസ്സിലാക്കിയത്. വിത്ത് ദ സർജൻസ് ഹെൽപ്പ് ഐ ബിഗാൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ CPR കൊടുക്കുന്നു എന്നൊക്കെ പറയില്ലേ, മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആളെ നമ്മൾ ഇങ്ങനെ നെഞ്ചത്തൊക്കെ അടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെയാണ് റിസസിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഈ സർജൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി ഇത് തുടങ്ങി. ഫോർ എൻ എൻറ്റയർ അവർ വി ലേബേർഡ് വിതൗട്ട് സക്സസ്. 1 മണിക്കൂർ മുഴുവനും ഇവർ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. Despite our most strenuous exertions, it appeared useless. അവർ കുറേയൊക്കെ കഷ്ടപ്പെട്ടു, വളരെയധികം ലബോറിയസ് ആയിട്ട് അവർ ശ്രമിച്ചുവെങ്കിലും ഒന്നും യൂസ്ഫുൾ ആയിട്ട് കണ്ടില്ല. Then, as we were about to give up, അപ്പം മതിയാക്കാൻ വേണ്ടി അവരങ്ങ് വശം കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയ സമയത്ത് there broke from the patient a shallow convulsive ഗ്യാസ്പ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവർ കുറേയൊക്കെ നെഞ്ചത്തൊക്കെ ഇടിച്ചു നോക്കി, അവർ കാലും കൈയൊക്കെ ചൂടാക്കിയൊക്കെ നോക്കി, ശ്വാസം കൊടുത്ത് നോക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു, അവസാനം ഇവർ വേണ്ട നിർത്തി, അയാൾ മരിച്ചു എന്ന് വിചാരിക്കുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്ത് സംഭവിച്ചു, ഇദ്ദേഹം പെട്ടെന്നൊരു കൺവൾസീവായിട്ടുള്ള വെച്ചാൽ തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ ഒരു ബ്രീത്ത് അങ്ങ് എടുത്തു. ഗ്യാസ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടാതെ പെടയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം പെട്ടെന്ന് കോൺഷ്യസ്നെസ്സിലേക്ക് വന്നു. അവർ ബ്രീത് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 1/2 an hour of redoubled efforts. അപ്പോൾ അവർ വീണ്ടും ശ്രമിക്കാൻ തുടങ്ങി. ആൻഡ് വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ് ഗേസിങ് എസ് ഡേസഡ്ലി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത വിധം ഇദ്ദേഹം ഈ ജോൺ എഴുന്നേറ്റ് ഇരിക്കാൻ പാകത്തിലാക്കി ഇവരുടെ എഫേർട്സ് കൊണ്ട്. സ്ലോലി ഹി സീം ടു ബി റിയലൈസിങ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. പിന്നീടാണ് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും എന്തൊരു കണ്ടീഷനിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്നൊക്കെ ജോണിന് മനസ്സിലായത്. As he regained his strength, he told us his story. His parents were dead. ഞാൻ ഈ ഭാഗത്താണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. An uncle had found him a position as a clerk in London solicitor's office. He had been in the city only 6 months. അപ്പോൾ എന്താണ് ഇയാളുടെ കഥ, ഇയാൾ ഈ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമാണ് ഇവർ അന്വേഷിച്ചത്. അപ്പോൾ അത് പറയുകയാണ് ഇദ്ദേഹം. ഇത്തിരി അയാളൊന്ന് ഭേദമായപ്പോൾ അയാൾ പറയാൻ തുടങ്ങി, അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. ഒരമ്മാവനാണ് ഇദ്ദേഹത്തിന് ഒരു ലണ്ടൻ ലോയറിൻ്റെ ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി മേടിച്ചു കൊടുത്തത്.
6 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ സിറ്റിയിലേക്ക് വന്നിട്ട്. utterly friendless, he had fallen victim to the loose society of the streets, had made bad companions, and like a young fool eager to taste pleasures far beyond his means, had begun to bet on horses. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിന് അധികം കൂട്ടുകാരോ, അധികം നല്ല ആരും ഉണ്ടായിരുന്നില്ല കൂട്ടുകാരായിട്ട്. അപ്പോൾ അത്ര നല്ലതല്ലാത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ഇദ്ദേഹം പോയി പെടുകയും എന്ത് സംഭവിച്ചു? ഒരു വിഡ്ഢിയെപ്പോലെ നമുക്ക് അർഹിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സുഖങ്ങളൊക്കെ തേടിപ്പോയി ഇദ്ദേഹം കുതിരപ്പന്തയത്തിലേക്ക് വന്നു വീഴുകയും ചെയ്തു. അപ്പോൾ കുതിരപ്പന്തയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം കാശ് വെച്ച് ചീട്ട് കളിക്കുന്നത് പോലെ അതിലും ഭീകരമായിട്ടുള്ള ഒരു ഗെയിമാണത്. നമ്മളെ വീണ്ടും വീണ്ടും കളിക്കാൻ പ്രേരിപ്പിക്കും, നമ്മളുടെ സമ്പത്ത് മുഴുവൻ അത് നശിപ്പിക്കുന്ന ഒരു തരം പന്തയത്തിലേക്ക് ഇദ്ദേഹം പോയി പെട്ടു. Soon he had lost all his small savings, had pledged his belongings, and owed the bookmaker a disastrous amount. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം വളരെ ശ്രദ്ധയില്ലാതെയാണ് ഈ കുതിരപ്പന്തയം തുടങ്ങിയത്. അപ്പോൾ താമസിയാതെ സമ്പാദ്യമൊക്കെ നഷ്ടപ്പെട്ടു, ഉള്ളതൊക്കെ പണയപ്പെടുത്തി. വാതുവെപ്പുകാരൻ, ഈ ബുക്ക് മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതുവെപ്പുകാരൻ എന്നാണ്, ബെറ്റ് വെക്കുന്ന ആളുടെ അടുത്തുനിന്ന് കടം വാങ്ങി. അപ്പോൾ അത് വളരെ നല്ല പലിശക്കാണ് കടം വാങ്ങിയത്. കടം വീട്ടാനാവാതെ എന്ത് ചെയ്തു ഇദ്ദേഹം? an effort to recoup എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരു ലീഗൽ അഡ്വൈസറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഷെൽഫിൽ നിന്ന് കുറച്ച് പൈസ ഇദ്ദേഹം മോഷ്ടിച്ചു. ഓക്കെ, ഒരു ചെറിയ എമൗണ്ട് ഓഫ് മണി ഇദ്ദേഹം എടുത്തു. എന്നിട്ട് ഫൈനൽ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് അത് ഒന്ന് പന്തയം എന്ന നിലയിൽ അത് ജയിക്കുമെന്ന് വിചാരിച്ച് ഇദ്ദേഹം പോയി പന്തയം വെച്ചു. പക്ഷേ അതിലും അദ്ദേഹം പരാജയപ്പെട്ടു. അയാൾ ആകെ ദുഃഖിതനും നിരാശനുമായി. അപ്പോൾ ഈ സേഫ് തുറന്ന് കള്ളത്തരം കാണിച്ച് പണം എടുത്തല്ലോ, കട്ടെടുത്തത് കൊണ്ട് നിയമ നടപടികൾ വരുമെന്ന് പേടിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? മുറിയിൽ കയറി വാതിലടച്ച് ഗ്യാസ് തുറന്നു വിട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? He had taken a sum of money from the office safe for a final gamble, and that he was assured was certain to win. But this last resort had failed. അപ്പോൾ അത് പരാജയപ്പെട്ടു. ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗൽ ആക്ഷൻസ് വരാൻ പോവാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? സിക്ക് അറ്റ് ഹാർട്ട് സങ്ക് ഇൻ ഡിസ്പയർ. ആകെ നിരാശനും ദുഃഖിതനുമായി ഇദ്ദേഹം റൂമിൻ്റെ അകത്ത് കയറി വാതിൽ അടച്ചിട്ട് ഗ്യാസ് തുറന്നു വിട്ടു. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് ഓർത്ത് അദ്ദേഹം അങ്ങനെ ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ വീണ്ടും നോക്കുവാണ്. എ ലോങ് ബാർ ഓഫ് സൈലൻസ് ത്രോബ്ഡ് ഇൻ ദ ലിറ്റിൽ ആറ്റിക് വെൻ ഹി കൺക്ലൂഡഡ് ദിസ് ഹാൾട്ടിങ് കൺഫെഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക, വല്ലാത്ത കഥ അല്ലെങ്കിൽ ജീവിത കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു വല്ലാത്തൊരു സൈലൻസ്, ഒരു മൂകത അല്ലെങ്കിൽ ഒരു നിശബ്ദത മച്ചിൻ പുറത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. ദെൻ ഗ്രഫ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ റഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നതിനെയാണ് ഗ്രഫ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അൺഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുന്നതിനെയാണ് ഗ്രഫ്ലി എന്ന് പറയുന്നത്. അപ്പോൾ അൺഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ സർജൻറ്റ് ചോദിച്ചത്, എത്ര എമൗണ്ടാണ് നീ കട്ടെടുത്തതെന്ന് ചോദിച്ചു. അപ്പം എത്രയാണ് അവർ പറഞ്ഞത്? 7 pounds and 10 shillings എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 7 പൗണ്ടും 10 ഷില്ലിങ്ങും വളരെ ചെറിയൊരു തുകയാണ്. അപ്പോൾ ദി ആൻസർ സൗണ്ടഡ് പിറ്റിഫുൾ. അപ്പോൾ വളരെ നമുക്കെന്താ പറയുക, പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് മനസ്സിലായി. വളരെ എന്താ പറയുക, ദയനീയമായൊരവസ്ഥയിലാണ് അദ്ദേഹം. ഈ 7 പൗണ്ടും 10 ഷില്ലിങ്ങും എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചെറിയൊരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് ഓർത്തപ്പോൾ അവർക്ക് വളരെ ദയ തോന്നി, ഇദ്ദേഹത്തിനോട് സഹതാപം തോന്നി. ഫോർ ദിസ് പാൾട്രി സം ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ ഹിസ് ലൈഫ്. പാൾട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള, വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഈ സം ഓഫ് റുപ്പീസിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ജീവൻ കളയാൻ തയ്യാറായതെന്ന് അറിഞ്ഞപ്പോൾ ആ 3 പേർക്കും വളരെ വിഷമം തോന്നി. There was a pause. The 3 of us, the sergeant, the landlady and me, as the sole witness of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. എന്ത് ചെയ്തു? ഇവർക്ക് 3 പേർക്കും ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് തോന്നി.
ഈ സർജൻറ്റിനും ലാൻഡ് ലേഡിക്കും എനിക്കും, അതായത് ഡോക്ടർക്കും. അപ്പോൾ സംഭവിക്കേണ്ടിയിരുന്ന ആ ദുരന്തത്തിൽ നിന്ന് ഇദ്ദേഹത്തെ രക്ഷിച്ചതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് ജീവിക്കാനായിട്ട് ശരിയാക്കി കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒന്ന് സെറ്റിലാക്കി കൊടുക്കണമെന്ന് ഇവർക്ക് തോന്നി. ഒരു പുതിയൊരു തുടക്കം കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? സർജൻറ്റ് ഇപ്പോൾ ഒരു ആത്മഹത്യാ ശ്രമം നടന്നാൽ അത് എന്തായാലും പോലീസിൽ അറിയിക്കണം, പോലീസുകാർ അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ടിയിരുന്ന സർജൻറ്റ് അത് ചെയ്തില്ല. കൺസിഡറബിൾ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ആത്മഹത്യാ ശ്രമം കണ്ടിട്ടും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി വരെ നഷ്ടപ്പെടാവുന്ന ഒരു കേസായിരുന്നു. പക്ഷേ അദ്ദേഹം ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചു. സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ്സ് വുഡ് റിസൾട്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം കട്ടെടുത്ത കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ ഇവരൊരു തീരുമാനത്തിലെത്തി. ദ ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ് until he should get upon his feet again. അപ്പോൾ ഈ ഒട്ടും പൈസ ഇല്ലാണ്ട് ഗതികെട്ടപ്പോഴാണല്ലോ ഇപ്പോൾ ഇങ്ങനെ പൈസ എടുത്തത്, മോഷ്ടിച്ചത്. അപ്പോൾ എന്ത് പറഞ്ഞു? വീട്ടിൻ്റെ ഉടമ എന്ത് പറഞ്ഞു? ഇനി ഈ ഒരു മാസത്തേക്ക് ഒന്നും തരണ്ട, വാടകയൊന്നും തരണ്ട, ഫ്രീ ആയിട്ട് താമസിച്ചോ, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവുമ്പോൾ എനിക്ക് പൈസ തന്നാൽ മതിയെന്ന് ലാൻഡ് ലേഡിയും പറഞ്ഞു. അപ്പോൾ എന്താണ് ഇദ്ദേഹം ചെയ്തത്? ആ 7 പൗണ്ടും 10 ഷില്ലിങ്സും ആ സേഫിലേക്ക് തിരിച്ചു വെക്കാനായിട്ട് 7 പൗണ്ടും 10 ഷില്ലിങ്സും ഇദ്ദേഹത്തിൻ്റെ ഈ ജോണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതാണ് ഏറ്റവും ട്രിവിയലായിട്ട് തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തത്. വളരെ നിസ്സാരമായ ആ തുക ഇദ്ദേഹത്തിന് വേണ്ടി, ജോണിന് വേണ്ടി നമ്മുടെ എ ജെ ക്രോണിൻ ചിലവാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? ദ ഷിപ്പ് മൂവ്ഡ് ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. വിത്ത് എ ടെൻഡർ ജെസ്ചർ മിസ്സസ് എസ് ഹാഡ് ടേക്കൻ ഹെർ ഹസ്ബൻഡ്സ് ഹാൻഡ്. അപ്പോൾ ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ആര് പിടിച്ചിട്ടുണ്ടായിരുന്നു? ഭാര്യ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടെൻഡർ ജെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കടന്നു പോകുന്നതാണല്ലോ ഇദ്ദേഹത്തിന് ഒരു മോറൽ സപ്പോർട്ട് പോലെ. ഇദ്ദേഹത്തിൻ്റെ ജോണിൻ്റെ കൈ എടുത്ത് മിസ്സസ് ജോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ്, അവർ ഒന്നും പരസ്പരം മിണ്ടാതെ തമ്മിലൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ ഒരു സംഭവത്തെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലക്റ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ട്രിവിയലായിട്ടുള്ള വളരെ ചെറിയൊരു തുകയാണ് അദ്ദേഹം അന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കിയത്. പക്ഷേ അത് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തിരിച്ച് പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലേ? നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഓഹരികളിലൊക്കെ നിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അയാളുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ 7 പൗണ്ടും 10 ഷില്ലിങ്ങും എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ് ഇൻ വേൾഡ്ലി ഗുഡ്സ് ബട്ട് ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ഇമ്മെൻസ്ലി പ്രോഫിറ്റബിൾ. അപ്പോൾ അന്ന് ആത്മഹത്യയുടെ മുനമ്പിലെത്തി നിന്നിരുന്ന അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഈ ചിലവാക്കിയ തുക ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിളായിട്ട്, ഇമ്മെൻസ്ലി പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി. എന്നുവെച്ചാൽ അതൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കുക കേട്ടോ, ഭയങ്കരമായെന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻസിൽ എടുക്കരുത്. വളരെ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി, വളരെ വലിയൊരു പ്രോഫിറ്റ് ആയിട്ടാണ് തിരിച്ചു വന്നത്. കാരണം എന്താണ്? ഒരുപാട് ചെറുപ്പക്കാർക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു കപ്പിളിനെ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ഓൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ് ഫോർ മെറ്റീരിയൽ ഗെയിൻ. അപ്പം എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഗെയിൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തിരിച്ചടവ് ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ അദ്ദേഹം ചെയ്ത എല്ലാ തരത്തിലുള്ള പ്രോഫിറ്റ് മേക്കിംഗ് ജസ്റ്റേഴ്സിനും ഒക്കെ എതിരായിട്ട്, അല്ലെങ്കിൽ അതിനൊക്കെ എതിരായിട്ട് എന്താണ് പറ്റിയത്? ഇദ്ദേഹം ചെയ്ത ആ ഒരു ഏറ്റവും ട്രിവിയലായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും ചെറിയൊരു തുക 7 പൗണ്ടും 10 ഷില്ലിങ്ങും കൊടുത്തിട്ട് കിട്ടിയത് ഏറ്റവും വലിയൊരു പ്രോഫിറ്റായിട്ടാണ് എ ജെ ക്രോണിന് തോന്നിയത്. I had made throughout the years of those foolish speculations for material gain, producing only anxiety, disappointment and frustration. അപ്പോൾ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ് ഇദ്ദേഹത്തിന് തന്നത്? ആങ്സൈറ്റിയും ഡിസപ്പോയിൻമെൻറ്റ്സും ഫ്രസ്ട്രേഷനും മാത്രമേ ഇദ്ദേഹത്തിന് കൊടുത്തുള്ളൂ. പക്ഷേ അന്ന് ഇതൊന്നും ഓർക്കാതെ ചെയ്ത ആ ഒരു കൈൻഡ് ജെസ്ചറിൽ എന്താണ് സംഭവിച്ചത്? ഏറ്റവും നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടത് മാറി എന്നാണ് നമ്മുടെ എ ജെ ക്രോണിൻ പറയുന്നത്.
അപ്പോൾ അന്ന് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തതുകൊണ്ട് ഇന്ന് ഇത്രയും ആളുകളെ അല്ലെങ്കിൽ ഇത്രയും ചെറുപ്പക്കാരെ രക്ഷിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു ആളെ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിക്ക് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസും എല്ലാം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൂം ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അപ്പോൾ സംശയങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ദൂരീകരിക്കാം. ആൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് നിയർ ടു ദ ചാപ്റ്റർ നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കേട്ടല്ലോ? അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.